SSLC വിദ്യാർത്ഥികളുടെ പുനർമൂല്യനിർണ്ണയ അപേക്ഷ രജിസ്റ്റർ ചെയ്യുന്നതിൽ പ്രധാന അധ്യാപകൻ അനാസ്ഥ വരുത്തിയെന്ന് പരാതി. തിരുവനന്തപുരം വെമ്പായം കന്യാകുളങ്ങര സ്കൂളിലെ 64 വിദ്യാർത്ഥികളുടെ പുനർമൂല്യനിർണ്ണയ അപേക്ഷ പ്രധാന അധ്യാപകൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. പുനർമൂല്യനിർണ്ണയത്തിന്റെ ഫലങ്ങൾ പുറത്തുവരാനിരിക്കെ പ്രധാന അധ്യാപകൻ സജി മാതാപിതാക്കളെ വിളിച്ച് ഈ വിവരം അറിയിക്കുകയായിരുന്നു. അക്ഷയയിൽ കൊണ്ടുവന്ന് അപേക്ഷ കൊടുത്തു. അതിനുശേഷം ആ ഫോം വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് സ്കൂളിൽ കൊണ്ടുവന്ന് HMന്റെ കയ്യിൽ കൊടുത്ത് നമ്മൾ ഫീസ് അടയ്ക്കണം. അതാണ് അതിൻ്റെ ഫോർമാലിറ്റി. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ആ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ഞങ്ങൾക്കൊരു അറിവ് കിട്ടി. പിന്നെ ഇവിടെ നിന്ന് സ്കൂളിൽ നിന്ന് റീവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നൊരു ഇൻഫർമേഷൻ അവിടുന്ന് സ്കൂളിൽ നിന്ന് തന്നെ വിളിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ഒരു കുട്ടിയല്ല, 64 കുട്ടികളുണ്ട്. ഈ സ്കൂളിൽ നിന്നും 64 കുട്ടികൾ റീവാലുവേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ 64 കുട്ടികളും എന്താകും ഇവരുടെ റിസൾട്ട് എന്നുള്ള കാര്യത്തിൽ എല്ലാ രക്ഷകർത്താക്കളും ആശങ്കയിലാണ്. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, 64 കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. ഈ സ്കൂൾ പറയുന്ന വിശദീകരണം എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇത് പൂർണ്ണമായും പ്രധാന അധ്യാപകന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണ്. അതായത് ഈ 64 കുട്ടികളും അക്ഷയയിൽ രജിസ്റ്റർ ചെയ്ത് പിന്നീട് ഹെഡ് മാസ്റ്ററാണ് ഇത്തരത്തിൽ റീവാലുവേഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അപേക്ഷിച്ച കുട്ടികളുടെ കാര്യങ്ങൾ സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇത് പ്രധാന അധ്യാപകൻ വിട്ടുപോയി എന്നുള്ള വിശദീകരണമാണ് പ്രധാന അധ്യാപകൻ നൽകുന്നത്. നിലവിൽ ഇപ്പോൾ പരീക്ഷാ ഭവനിലെത്തി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പ്രധാന അധ്യാപകൻ നോക്കുന്നുമുണ്ടെങ്കിലും ഈ 64 കുട്ടികൾക്കും ഇത്രയും വൈകിയ വേളയിലാണ് റിസൾട്ട് വരാൻ സമയമായി. ആ വൈകിയ വേളയിൽ മാത്രമാണ് ഇത് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞില്ല, തൻ്റെ ഭാഗത്തുള്ള തെറ്റാണെന്ന് മാതാപിതാക്കളെ ഫോണിൽ വിളിച്ച് പ്രധാന അധ്യാപകൻ അറിയിക്കുന്നത്. ഇപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. കാരണം ഈ റീവാലുവേഷൻ്റെ റിസൾട്ട് ഫലം വരാറായി എന്നുള്ളത് വലിയ പ്രതിസന്ധിയെ നിൽക്കുകയാണ്. എന്തായാലും ഈ സംഭവം ഉണ്ടായത് അത് പ്രധാന അധ്യാപകന്റെ പിഴവിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്.